സാംസങ്ങിൻ്റെ ഒരു ഫോൺ പരിചയപ്പെടുത്തണം. നമുക്ക് ഗാലക്സി S22 Ultra. എന്തിനു വേണ്ടി ഞാൻ ഇത് വാങ്ങി എന്നുള്ളത് ഇതിൽ പറയുന്നുണ്ട്. നേരത്തെ ഞാൻ സാംസങ് ആയിരുന്നു, സാംസങ് 8 വരെ സാംസങ്ങിലായിരുന്നു. പിന്നീടാണ് ഞാൻ മറ്റു ഫോണിലേക്ക് ചേക്കേറിയത്. അതിന് പല കാരണമുണ്ട്. വീണ്ടും സാംസങ്ങിലേക്ക് തന്നെ തിരിച്ചെത്തണം. അതിനും ഒരു കാരണമുണ്ട്. പ്രധാനമായിട്ടും നമുക്ക് ഒരു സെൽഫി വീഡിയോ എടുക്കണമെങ്കിൽ ഫ്രണ്ട് ക്യാമറയും ബാക്ക് ക്യാമറയും ഒരുമിച്ച് പ്രവർത്തിച്ച് ഒരു വീഡിയോ റെക്കോർഡ് ചെയ്യാൻ ഇന്ന് ഗാലക്സി S22 സംവിധാനമുണ്ട്. അതുകൊണ്ട് ഞാൻ അതിലേക്ക് വന്നിട്ടുള്ളത്. വേറെ ഒരുപാട് കാരണമുണ്ട് നമുക്ക് ഈ ഒരു ഫോൺ അൺബോക്സ് ചെയ്യാൻ പോണ. ഞാനിപ്പോൾ ദുബായിലാണ്. ഇന്ത്യയിലൊക്കെ അവൈലബിൾ ആണ്. ഒരു മാസത്തോളമായി ഇത് ഇറങ്ങിയിട്ട് 4000-ലധികം ദിർഹം ഇതിന് പ്രൈസ് ഉണ്ട്. ഗാലക്സി S22 S22 256 GB മെമ്മറി ഉള്ളതാണ് മേടിച്ചിട്ടുള്ളത്. നമുക്ക് ഇപ്പോൾ ചെറിയ പെട്ടിയാണ്. നേരത്തെ ആപ്പിൾ പോലെ ആയിട്ടുണ്ട് ഇപ്പോൾ നമ്മുടെ സാംസങ് ഫോണും. കാരണം ചാർജർ ഇല്ലാത്ത ഈ ഒരു ഫോണാണ്. ഇതാണ് ഏകദേശം ഐഫോണിൻ്റെ iPhone 13 എന്ന് പറയുന്ന ഒരു ഫോണിനോട് കിടപിടിക്കാൻ പറ്റുന്ന തരത്തിലാണ് ഇതിൻ്റെ പിക്ചർ ക്വാളിറ്റി ഒക്കെ. ഇതിൽ ക്യാമറ വരുന്നത്, ബാക്ക് ക്യാമറ വരുന്നത് നോക്ക്, ഒരു വലിയ 3 ക്യാമറയും പിന്നെ ഒരു കുഞ്ഞ് ക്യാമറ പിന്നെ ഒരു സെൻസർ എല്ലാം കൂടിയ ഒരു 4 ക്യാമറയാണ് വരുന്നത്. ഇത് 108 മെഗാ പിക്സലാണ് ഇതിൻ്റെ പിക്ചർ. 108 മെഗാ പിക്സൽ ക്വാളിറ്റിയാണ്. ഫ്രണ്ട് ക്യാമറ വരുന്നത് 40 മെഗാ പിക്സലാണ്. അപ്പോൾ പിക്ചർ ക്വാളിറ്റിയിൽ ആപ്പിൾ 13-നെക്കാളും അല്പം കൂടി മികച്ചു നിൽക്കുമെന്നാണ് ഇതിൻ്റെ ഉപയോഗിക്കുന്ന ആളുകളുടെ റിസൾട്ട്. അതുകൊണ്ട് തന്നെയാണ് ഞാനിത് സ്വന്തമാക്കിയത്. പിന്നെ ഇതിൻ്റെ ബോക്സ് വളരെ ചെറുതാണ്. കൂടുതൽ ചാർജർ ഇതിനകത്ത് ഉണ്ടാവില്ല. ചാർജർ നമ്മൾ എക്സ്ട്രാ മേടിക്കണം. 45 വാട്ട്സ് ചാർജർ സപ്പോർട്ട് ചെയ്യും. എന്ന് വെച്ചാൽ ഒരു അരമണിക്കൂർ വേണ്ട ഇത് ഫില്ലാവാൻ. ഒരു 80% നിറയാൻ ഒരു 20 മിനിറ്റ് മതി ഇത് നിറയാൻ. അപ്പോൾ അത്രയും ഫാസ്റ്റ് ചാർജിങ് ആണ്. പിന്നെ വയർലെസ് ഫാസ്റ്റ് ചാർജിങ് ഉണ്ട്. അത് 1 മണിക്കൂറും 20 മിനിറ്റ് കൊടുക്കും ഫാസ്റ്റ് വയർലെസ് ചാർജറിൽ. ഒരു ക്വാളിറ്റിയുള്ള ഒരു കേബിളും പിന്നെ ഇതിലെന്താണ് നമുക്ക് കാര്യമായിട്ടൊന്നുമില്ല. ഒരു പിന്ന്, അതിൻ്റെ ബ്രോഷർ അല്ലെ കാറ്റലോഗ്, ഒരു പിന്ന്, വലിയ ഒരു ബുക്കൊക്കെ ഉണ്ടായിരുന്നു നേരത്തെ. അതിലൊന്നും ആവശ്യമില്ല. ഇപ്പം എല്ലാം നെറ്റിൽ അവൈലബിൾ ആയതുകൊണ്ട് തന്നെ പെട്ടിയുടെ വലിപ്പം കുറച്ചിട്ടുണ്ട്. പിന്നെ ഒരു ബ്ലാക്ക് ടച്ചാണ്. പിന്നെ വ്യത്യസ്ത കളറിൽ ഇത് അവൈലബിൾ ആണ്. ഒരു പൾപ്പ് കളറിൽ ഒരെണ്ണം, ബ്ലാക്കിൽ ഒരെണ്ണം, ഒരു ഗ്രീൻ, ഒരു അടിപൊളി ഗ്രീൻ. ആ ഒരു ഗ്രീനാണ് ഞാനിപ്പോൾ മേടിച്ചിട്ടുള്ളത്. നമുക്ക് ഒരു സ്പെഷ്യൽ ടൈപ്പ് ഗ്രീനാണ്. എന്താ ഒരു മാജിക് ഗ്രീൻ എന്ന് പറയും, ഒരു ഡാർക്ക് ഗ്രീൻ. അത്യാവശ്യം നല്ല വലിപ്പമുണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല ഒരു വലിപ്പമുണ്ട്. ഇപ്പോൾ വലിപ്പമുള്ള ഫോണാണല്ലോ. ഗാലക്സിയും ആപ്പിളും തമ്മിൽ കമ്പയർ ചെയ്യുകയാണെങ്കിൽ LCDയുടെ ക്വാളിറ്റി വരുന്നത് ഈ സാംസങ് ഗാലക്സിക്കാണ്, S22 Ultrക്കാണ്. അത്ര ചെക്ക് ചെയ്തിട്ടില്ല ഞാൻ, 13 ചെക്ക് ചെയ്തിട്ടില്ല. വ്യൂവേഴ്സ് പറയുന്ന കാര്യങ്ങൾ ഇതൊക്കെയാണ്. അപ്പോൾ ഞാനിത് സെലക്ട് ചെയ്യാനുള്ള കാരണം മനസ്സിലായി. നമുക്കൊന്ന് ആ ഫീച്ചർ ഒന്ന് ഞങ്ങളെ പരിചയപ്പെടുത്തുകയാണ്. എങ്ങനെയാണ് ഒരു ക്യാമറയിലെ പിന്നെ ഒരേ മോഡിൽ നിന്നുകൊണ്ട് നമുക്ക് ഫ്രണ്ട് ക്യാമറയും ബാക്ക് ക്യാമറയും ഒരുപോലെ റെക്കോർഡ് ചെയ്യാൻ പറ്റുന്നതാണ് ഈ ഒരു അധിക ഫോണിൽ ഫീച്ചറില്ല. ഏതെല്ലാം ഫോണിലുണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാനിപ്പോൾ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുന്നതൊക്കെ OnePlus 80 ആണ്. ആ ഫോണിലാണ് ഇപ്പോൾ ഞാൻ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. അധികം എൻ്റെ വീഡിയോ അതിലാണ് ഞാൻ ചെയ്യുന്നത്. ഇനി ഞാൻ ഈ ഗാലക്സിയിലേക്ക് മാറുകയാണ്. ഇതിൻ്റെ കാരണം ഇതാണ്. അപ്പോൾ നമ്മളിങ്ങനെ ഒരു സെൽഫി ഇങ്ങനെ എടുക്കുന്ന നേരത്ത് നമുക്ക് പെട്ടെന്നൊന്ന് ബാക്ക് ക്യാമറ ഒന്ന് മാറ്റി, ഇപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ പറയാണ് എന്ന് പറഞ്ഞ് ബാക്കിൽ നോക്കൂ നിങ്ങൾ എന്ന് പറഞ്ഞ് ബാക്ക് ക്യാമറ ഓൺ ചെയ്യാം. വീണ്ടും ഫ്രണ്ട് ക്യാമറയിലേക്ക് തിരിച്ചു വരാം. ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും സ്വിച്ച് ചെയ്യാൻ പറ്റുന്ന തരത്തിലാണ് ഈ ഒരു ക്യാമറ അവർ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ജസ്റ്റ് ഇപ്പോൾ ഓൺ ചെയ്ത് വരികയാണ്. നാട്ടിൽ നിന്ന് നമ്മുടെ സിമ്മ് ഇതൊക്കെ ഇട്ട് വാട്സപ്പൊക്കെ ഇതിലേക്ക് സെറ്റ് ചെയ്യണം. അതിന് മുൻപ് ജസ്റ്റ് ഒരു വൈകും. ഞാൻ ഒരാഴ്ച കൂടെ കഴിഞ്ഞിട്ട് നാട്ടിൽ എത്തുന്നുള്ളൂ. അതുകൊണ്ട് ഇപ്പോൾ ഏകദേശം ഒരു മാസമായി ഇത് ഇറങ്ങിയിട്ട് തന്നെ. കഴിഞ്ഞ മാസം ഇറങ്ങിയതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നേരത്തെ നിങ്ങളൊന്ന് നമ്മുടെ ചാനലിലൂടെ എൻ്റെ ഒരുപാട് വ്യൂവേഴ്സിന് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് നേരത്തെ ഞാൻ 1-2 ഫോണൊക്കെ ഇതുപോലെ അൺബോക്സിങ് ചെയ്തിട്ടുള്ളൂ. ഇനി നമുക്ക് ഇത് ഓൺ ചെയ്ത് വരുമ്പോഴേക്കും അതിൻ്റെ ഫീച്ചേഴ്സൊക്കെ പഠിക്കുകയാണ്. അതിൻ്റെ ഫീച്ചേഴ്സ് വരുന്നത് പറഞ്ഞു 8K വീഡിയോ ക്വാളിറ്റി കേട്ടോ. 4K അല്ല, 4Kയിൽ നിന്നും 8K വീഡിയോ ക്വാളിറ്റിയിൽ വന്നിട്ടുണ്ട്. 4320 പിക്സലാണ് ഇതിൻ്റെ പിക്സൽ ക്വാളിറ്റി. പിന്നെ 5000 mAh അഥവാ 5 ആംപിയർ ആണ് ബാറ്ററി. അത് അത്ര കൂടുതലൊന്നുമല്ല. സാധാരണ ഫോണൊക്കെ കൊണ്ട് 5 ആംപിയർ തന്നെ ഉണ്ട്. അഥവാ 18 വാട്ട്സ്. എപ്പോഴും ഇനി നമുക്ക് ഈ വാട്ട്സിലാണ് ഇത് അറിയേണ്ടത്.
ഒരിക്കലും വോൾട്ട് ഇത്ര മില്ലി ആംപിയർ അറിഞ്ഞിട്ട് കാര്യമില്ല. എല്ലാവരും വാട്ട്സിലാണ് ചോദിക്കേണ്ടത്. ഇത് 18.5 വാട്ട്സ് ആണ്. ഇതെങ്ങനെ കിട്ടി? 5 ആംപിയർ ഇൻറ്റു 3.7 വോൾട്ടാണ് ഇതിൽ ലിഥിയം അയൺ ബാറ്ററി. അതുകൊണ്ട് നമ്മൾ അതിന് രണ്ടും കൂടി ഗുണിച്ചാൽ കിട്ടുന്നതാണ് 18.5 വാട്ട്സ്. ഇനി ഇതിലേക്ക് ചാർജർ കണക്ട് ചെയ്യുക എന്ന് പറയുന്നത് സാധാരണ 25 വാട്ട്സ് ആണ് ഫാസ്റ്റ് ചാർജിങ് ഉണ്ടാവുക. ഇത് 45 വാട്ട്സ് സപ്പോർട്ട് ചെയ്യും. അപ്പോൾ ഏകദേശം അരമണിക്കൂറും വേണ്ട, അതിന്റെ താഴെയാണ് അർത്ഥം. 18 വാട്ട് പറഞ്ഞാൽ 1 മണിക്കൂറിൽ, 45 വാട്ട് പറയുമ്പോൾ 1 മണിക്കൂറിൽ. അപ്പോൾ എത്രയുണ്ടോ താഴെ ഇട്ട് വരും അല്ലേ? അപ്പോൾ 1 മണിക്കൂർ വേണ്ട, അരമണിക്കൂർ വേണ്ട, അതിലും താഴെ. ഒരു 20 മിനിറ്റ് കൊണ്ട് 80% കിട്ടും. ഇത് ഫുൾ ആംപിയറിൽ ചാർജ് ചെയ്യാണ് 45 വാട്ട്സും ചാർജർ കണക്ട് ചെയ്താൽ. ഇനി നമുക്ക് ഇതിന്റെ നെക്സ്റ്റ് ഇതിൽ ഉള്ള ഒരു ഫീച്ചർ ഏതെന്ന് വെച്ചാൽ ആൻഡ്രോയിഡ് 12 ആണ്. 5G സപ്പോർട്ട് ചെയ്യും. ആൻഡ്രോയിഡ് 12 5G സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ വയർലെസ് ചാർജർ ഇത്രയും ഫാസ്റ്റ് അല്ല. വയർലെസ് ചാർജർ ഫാസ്റ്റ് ചാർജർ പറഞ്ഞാൽ 1.2 ഒരു 75 മിനിറ്റ് എടുക്കുന്നുണ്ട്. 1 മണിക്കൂറിൽ കൂടുതൽ എടുക്കുന്നുണ്ട് ഫാസ്റ്റ് ചാർജിങ്, വയർലെസ് ഫാസ്റ്റ് ചാർജിങ്ങിന്. ഇതിൻ്റെ ഇത് കീപ്പ് ചെയ്യാൻ തന്നെ വലിയ പാടാണ്. ഓരോ കാരണം സെറ്റിങ്സ് ഉണ്ട്. നമ്മുടെ നമ്പർ കാണിച്ചു കൊടുക്കണം, ഇമെയിൽ ID കൊടുക്കണം. അതാവുമ്പോൾ അങ്ങനെ ഒരു ക്യാമറ ഒന്ന് ഓണാക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ. അതൊന്ന് ഓണാവട്ടെ. നമ്മുടെ സ്റ്റാർട്ടപ്പ് ആയിട്ടുണ്ട് നമ്മുടെ ഫോണ്. പിന്നെ നമുക്ക് ഇതിൻ്റെ ക്യാമറ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ഫീച്ചർ ഓൺ ചെയ്യണം. അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ട് ക്യാമറ നല്ല ക്വാളിറ്റി കേട്ടോ. എൻ്റെ സ്ക്രീൻ ഇപ്പം ഞാൻ എൻ്റെ ക്യാമറ അതും കൂടി ഇത് നോക്കിട്ടോ. ഓ, എൻ്റെ ഈ ഷർട്ടിൻ്റെ ഈ നിറം കണ്ടാൽ നിങ്ങളിപ്പോൾ ഞാൻ എൻ്റെ OnePlus 80 പറയുന്ന ഫോണിൻ്റെയും ഇതിൻ്റെയും ആ ഒരു ക്ലാരിറ്റി കറക്റ്റ് അറിയുന്നു കേട്ടോ. മാഷാ അല്ലാഹ് സൂപ്പർ. നമ്മളിനി വീഡിയോ മോഡിലിട്ടു. ഇനി ഞാനത് ഈ ഒരു കണ്ടീഷനിൽ എങ്ങനെയാണ് ഇപ്പം നിങ്ങളെ കാണിക്കുക. ഞാനൊരു വീഡിയോ ഇപ്പോൾ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാണുന്നുണ്ടാവും. വീഡിയോ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കണം. ഇനി നമുക്കതിൻ്റെ ക്യാമറ മാറ്റാൻ പോകണം. ഇപ്പോൾ ഫ്രണ്ട് ക്യാമറ ഓൺ ചെയ്തിട്ടുണ്ട്. ഫ്രണ്ട് ക്യാമറയാണ് ഓൺ ചെയ്യുന്നുള്ളത്. ഫ്രണ്ട് ക്യാമറ ഓൺ ആക്കിയിട്ടുണ്ട്. ഞാൻ അതേ മോഡിൽ തന്നെ റെക്കോർഡിങ് നടക്കുമ്പോൾ തന്നെ ഞാൻ എൻ്റെ ബാക്ക് ക്യാമറ ഓൺ ആക്കി. ഇപ്പോൾ ഞാൻ എൻ്റെ ബാക്കിലാണ്. ബാക്ക് ക്യാമറ ഓൺ ആക്കി. ഇതിലെല്ലാം കൂടി റെക്കോർഡ് ചെയ്തിട്ട് നമുക്കൊന്ന് പ്ലേ ചെയ്യാൻ ഞാനൊന്ന് സ്റ്റോപ്പ് ചെയ്യണം. റെക്കോർഡ് ചെയ്തത് ഞാൻ പ്ലേ ചെയ്തിട്ടുണ്ട്. യെസ്, ഇങ്ങനെ നമുക്ക് വ്ളോഗ് ചെയ്യുന്ന ബാക്ക് ക്യാമറ ഇങ്ങനെ വ്ളോഗ് ചെയ്യുന്ന ഒരാൾക്ക് വളരെ ഈസി ആയിട്ട് ഈ ഒരു ക്യാമറ യൂസ് ചെയ്യുക എന്നുള്ളതാണ്. പക്ഷെ റേറ്റ് അല്പം കൂടുതലാണ്. നമ്മുടെ ആമസോണിലും ഇന്ത്യയിലൊക്കെ ഏകദേശം 1,10,000, 1,10,000, 1,20,000 ഒക്കെ കാണുന്നുണ്ട്. പ്രൈസ് മേ വേറി. ഏതായാലും ഇവിടെ 4,200, 4,300 ഡിപ്പെൻഡ്. 256, 512 ആണ്. ഇനി നമുക്ക് ഇതിലെ മറ്റു ഫീച്ചർ ബാക്കി അടുത്ത വീഡിയോയിൽ നമുക്ക് പരിചയപ്പെടാം. അതോടൊപ്പം തന്നെ ഇതിൻ്റെ കൂടെ ഞാനൊരു മൈക്കും വാങ്ങിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഡീറ്റെയിൽ അടുത്തൊരു വീഡിയോ ഞാൻ ഇടുന്നുണ്ട്. കാരണം എൻ്റെ ഒരുപാട് വീഡിയോ ക്വാളിറ്റി ഉണ്ട്, സൗണ്ട് ക്വാളിറ്റി വളരെ കുറവാണ്. ഞാൻ പറയുന്നതൊക്കെ ഒരു നോയ്സൊക്കെ പിക്ക് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞു. കാരണം ഞാൻ ഈ ഒരു ഡിസ്റ്റൻസിലാണ് ഞാൻ സംസാരിക്കുന്നത്. അപ്പോൾ ഈ ഒരു മൈക്ക് ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിന് പകരം ഒരു വയർലെസ് മൈക്ക് ഉണ്ട്. ഇതിൻ്റെ ഒരു വീഡിയോ ഞാൻ അടുത്ത എൻ്റെ എപ്പിസോഡിൽ ഇടുന്നതാണ്. ഒരുപാട് ബ്ലോഗേഴ്സ് ആവശ്യപ്പെട്ടതാണ് ഇങ്ങനെ ഒരു മൈക്ക്, വയർലെസ് ആയിട്ട് ഒരു ബ്ലൂടൂത്ത് മൈക്ക്, വീഡിയോ സപ്പോർട്ടിങ് മൈക്ക്. ഇതിൻ്റെ ഫീച്ചർ അടുത്ത വീഡിയോയിലൂടെ ഞാനിടാം. അപ്പോൾ അങ്ങനെ Galaxy S22 Ultra എന്ന് പറയുന്ന ഒരു മോഡലാണ് പരിചയപ്പെട്ടത്. ഇതിൻ്റെ ഡീറ്റെയിൽ നിങ്ങൾക്ക് ഓരോ ഇതിൻ്റെ ഫീച്ചേഴ്സും നമുക്ക് നേരെ യൂട്യൂബിൽ അടിച്ചാൽ കിട്ടും. എന്നാൽ ഇതിൻ്റെ അൺബോക്സ് ഒന്ന് പരിചയപ്പെടുത്തിയതാണ്. ഓക്കെ.